ഈ മിഡിൽ ഈസ്റ്റിൽ വ്യാപാര രംഗത്തും കച്ചവട രംഗത്തുമൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ പ്രതിസന്ധികളിലായി, പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായമൊക്കെ അടഞ്ഞു കിടക്കുന്നതായി ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ നിന്നൊക്കെ നമ്മളോട് വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. ഈ അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വെച്ച യുദ്ധത്തിൽ നമുക്ക് ഏറ്റവും വേദനാകരമായ സംഗതി GCC രാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ കാരണം അവരുടെ നിലപാടുകളോടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോടോ ഉള്ള നമ്മുടെ ഒരു മൃദു സമീപനം കൊണ്ടല്ല, മറിച്ച് ഒരുപാട് മനുഷ്യർ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഏത് രാജ്യത്തായാലും മനുഷ്യർക്ക് പ്രയാസമുണ്ടാകുന്നതൊന്നും സംഭവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിടാവുന്ന ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ പരീക്ഷണങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയാണ് വേണ്ടത്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയോടെ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഞാനിത് പറയാൻ കാരണം, ചിലർ പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ആത്മഹത്യ അത്ര അധികം ഉണ്ടാവില്ല. പക്ഷേ മറ്റിതര കമ്മ്യൂണിറ്റികളിൽ ചില വാർത്തകൾ, ചില സംഭവങ്ങളൊക്കെ പലയിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ശരിയായ മാനസികാരോഗ്യ പ്രവണത അല്ല. അത് നാട്ടിലുള്ളവരും ശ്രദ്ധിക്കണം, അവിടെയുള്ളവരും ശ്രദ്ധിക്കണം. നാട്ടിലുള്ള ആളുകൾ അവരിപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ പരമാവധി കാര്യങ്ങളെ പരിമിതപ്പെടുത്തി ചുരുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അവർ വായ്പ വാങ്ങിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രതിമാസം തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളവർ അവർക്കൊരു 4, 5, 6 മാസത്തെ ഇളവ് നൽകണം. ഇത് വളരെ വേഗം ഈ യുദ്ധം അവസാനിക്കും, വളരെ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചു വരും എന്ന് മാത്രവുമല്ല, തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറി വലിയൊരു സാധ്യതയിലേക്കായിരിക്കും അതിൻ്റെ ഒരു മടങ്ങി വരവ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളതിനെ അതിജീവിക്കാൻ കരുത്തരാവുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ കയ്യിൽ ഇതിന് വേറെ ജിമ്മിക്കൊന്നുമില്ല. നമുക്കിത് അങ്ങനെ ഗിമ്മിക്കൊന്നും കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതുമല്ല. ഇപ്പോൾ ഈ അമേരിക്ക ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിക്കുന്നത് നമുക്കെങ്ങനെ തടയാനാവും? നമ്മളെവിടെയെങ്കിലും ഇരുന്ന് അസ്വസ്ഥമായിട്ടോ തെറി വിളിച്ചിട്ടോ അതൊന്നും തടയാനാവില്ല. അപ്പം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? അത് പരിഹരിക്കുന്നത് വരെ തീരുന്നത് വരെ കാത്തിരിക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. അതിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള എന്തെങ്കിലും മാർഗമുള്ളവർ, അവർക്കുമുണ്ട് പ്രതിസന്ധി. ഈ സന്ദർഭത്തിലുള്ളൊരു പ്രയാസം എന്താ? കൂടുതലുള്ളവർക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവുക. പക്ഷേ അത് സർവൈവ് ചെയ്യാൻ അവരുടെ ഒരു കരുതലൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ തങ്ങളുടെ ജീവനക്കാരെയും മറ്റുള്ളവരെയും ഒക്കെ കഴിയുന്നത് പോലെ ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതൊരു പ്രതിസന്ധിയാണ്. നമ്മൾ ചിലപ്പോൾ ചില ചാനലുകളിലൊക്കെ ചിലത് കാണില്ലേ, വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരോടും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ ചേർന്ന് രക്ഷപ്പെടുന്ന ചില കഥകളൊക്കെ കാണുന്നത് പോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടിവേഷൻ കൊടുത്തും നിരാശരാക്കാതെയും നെഗറ്റീവ് വാർത്തകൾ സ്പ്രെഡ് ചെയ്യാതെയും. നെഗറ്റീവ് വാർത്ത എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ട് പോയടാ ദുബായ് മൊത്തം പോയി, ഇനി നിനക്ക് രക്ഷയൊന്നുമില്ല, ഇനി വേറെ എവിടെ എന്തെങ്കിലും പണി നോക്കിക്കോ, അല്ലെങ്കിൽ നാട്ടിലോട്ട് വന്നോ, ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ സുഖത്തിന് പറയുന്നതാണ്. ഈ പ്രതിസന്ധികളെല്ലാം ലോകം അതിജീവിച്ചിട്ടുണ്ട്. കോവിഡിനെ നമ്മൾ അതിജീവിച്ചില്ലേ അല്ലേ? പക്ഷേ അന്നേരം നമുക്ക് ഇത്രയും വലിയ സാമ്പത്തിക സമ്മർദ്ദമോ പ്രയാസമോ തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? 2 കാര്യമാണ്. ഒന്ന്, അവിടെ ജീവൻ റിസ്കിലായിരുന്നു. ജീവൻ കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ബാക്കി പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ അത്ര ഓർത്തില്ല. പിന്നെ അത് ലോകം മുഴുവൻ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതിൽ സർവൈവ് ചെയ്തവരും ഇല്ലാത്തവരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇത് ഒരു പ്രതിസന്ധിയാണെന്ന് കണ്ട് ഇതൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഇതിനെ സമീപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി, അല്ലെങ്കിൽ ഒരാൾ വിളിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചു ഭാര്യ കരഞ്ഞു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് കടം വാങ്ങിക്കാനുള്ള ഒരു ചൂടായി, ഇങ്ങനെയൊക്കെ കേട്ട് ഞാനിതങ്ങ് അവസാനിപ്പിച്ച് കളയാം എന്നൊന്നും തീരുമാനിക്കുന്നത് ഒരു കാരണവശാലും ശരിയായ കാര്യമല്ല. എല്ലാം മാറും, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മളൊരു സ്ഥലത്തെത്തുന്നത്. പിന്നെ ആ എത്തി നിൽക്കുന്നിടത്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ നിർവാഹമുള്ളൂ, അതേ മാർഗമുള്ളൂ, അതേ പാടുള്ളൂ. അത് ചെയ്യാനാണ് നമുക്ക് ചിന്തയും ബുദ്ധിയും ജീവിതവും ആരോഗ്യവും ഒക്കെ തന്നിരിക്കുന്നത്. അതിനെ ആ കരുത്തോടെ വേണം അതിനെ നേരിടാൻ. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ചിന്തകൾ വന്ന് ലീവിലാണ്, നാട്ടിലേക്ക് അയക്കാൻ കാശില്ല, വീട്ടിൽ പോകാൻ കാശില്ല, എന്തിനാണ് ഈ ജീവിതം, ഇതിൽ എന്നാണ് ഒരു വെളിച്ചം ഉണ്ടാകുന്നത്? അങ്ങനെയൊന്നുമില്ല. വെളിച്ചം നമ്മുടെ കണ്ണുകളിലാണ് ഉണ്ടാകേണ്ടത്, നമ്മുടെ ചിന്തകളിലാണ്. ചുറ്റുപാടുകൾ ചിലപ്പോൾ മങ്ങും, ഇരുണ്ടതാകും, ചിലപ്പോൾ വെളിച്ചമുള്ളതുപോലെ ആകും. അപ്പോഴുമൊക്കെ നമ്മുടെ കണ്ണുകളിൽ നിറയെ വെളിച്ചമുണ്ടാകണം. ആ വെളിച്ചത്തിൽ വേണം നമ്മൾ ഏത് ഇരുട്ടിനെയും നോക്കാൻ.
അവിടെ നമ്മുടെ കാഴ്ചയിലെങ്കിലും ആ ഇരുട്ട് നമ്മുടെ കണ്ണുകളുടെ പ്രകാശത്തിൽ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനും അത് മാറുന്ന ഇരുട്ടാണെന്നും അതിനപ്പുറത്തൊരു പ്രകാശത്തിൻ്റെ വലിയ താഴ്വര നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നുമുള്ള ഉത്തമ ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് നിരാശരാവരുത് എൻ്റെ പ്രിയപ്പെട്ടവർ. വളരെ കരുത്തോടെ പ്രാർത്ഥനയോടെ ചേർന്ന് നിന്ന് പരസ്പരം സഹായിച്ച് പരസ്പരം പോസിറ്റീവായി സംസാരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.